വാഹനാപകടത്തിൽ പരിക്കേറ്റ ആറന്മുള എം.എൽ.എ. അബിൻ വർക്കിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിൽ വെച്ചാണ് അബിൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. അബിനൊപ്പം സഞ്ചരിച്ചവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, എം.എൽ.എയുടെ പരിക്ക് അത് വിദഗ്ധ ചികിത്സ വേണ്ടുന്ന സാഹചര്യത്തിലാണോ ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്? അപ്പോൾ തന്നെ ഒപ്പമുള്ള മറ്റുള്ളവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണിപ്പോൾ? വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് അബിൻ വർക്കി എം.എൽ.എ. എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത്. വാഹനം ഓടിച്ചിരുന്നയാളും അതുപോലെ തന്നെ ഒരു സഹായിയും. അവരെയും രണ്ടുപേരെയും ഈ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എം.എൽ.എക്കും അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന ആൾക്കും കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. എം.എൽ.എയുടെ ഇടത് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ മറ്റ് രണ്ടുപേർക്കും സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇവരെ മൂന്നുപേരെയുമാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ എം.എൽ.എയുടെ വാഹനം വരുന്ന സമയത്ത് എതിർ ദിശയിൽ നിന്നും വന്ന വാഹനം എം.എൽ.എയുടെ വാഹനത്തിലേക്ക് കയറി ഇടിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം നടന്നത്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അബിൻ വർക്കി എം.എൽ.എ. ഈ തിരുവല്ലയിലേക്ക് എത്തിച്ചപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചത്. അദ്ദേഹം തീരെ അവശനായിരുന്നു. എന്തായാലും ഈ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ശരി.